ഇന്ത്യയിൽ നവ ഫാസിസ്റ്റ് പ്രവണതകൾ എന്ന രാഷ്ട്രീയ പ്രമേയം CPM പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ചു. കോൺഗ്രസുമായുള്ളത് BJPയെ അധികാരത്തിൽ നിന്ന് അകറ്റാനുള്ള തെരഞ്ഞെടുപ്പ് സഖ്യം മാത്രമെന്നും പ്രമേയം. സ്വകാര്യ സർവകലാശാലയ്ക്കും പാർട്ടി കോൺഗ്രസിൽ അംഗീകാരമാകുന്നു. AK സ്റ്റെഫിൻ പാർട്ടി കോൺഗ്രസ് നഗരിയിൽ നിന്ന് ചേരുകയാണ്. സ്റ്റെഫിൻ, രാജ്യം ഭരിക്കുന്നത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ധാരണയിലേക്ക് തന്നെ എത്തുകയാണോ? ഒപ്പം പുതിയ നയങ്ങൾ അത് അംഗീകരിക്കുന്നതിലൂടെ മാറ്റമുണ്ടാവുകയാണോ CPM? അക്ഷയ, ഈ പാർട്ടി കോൺഗ്രസിന് മുൻപ് കരട് രാഷ്ട്രീയ പ്രമേയം ഏറ്റവും താഴെത്തട്ടിലേക്ക് തന്നെ പാർട്ടി നൽകിയിരുന്നു. അതിലാണ് നവ ഫാസിസം ആണ് കേന്ദ്രത്തിൽ ഉള്ളത്, കേന്ദ്ര സർക്കാരിൻ്റെ നവ ഫാസിസ്റ്റ് പ്രവണതകളാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞത്. പക്ഷേ അതിൽ തന്നെ CPIക്കും CPMനും രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായിരുന്നു. CPIയെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ് എന്ന് പറയുമ്പോൾ CPM ഈ പാർട്ടി കോൺഗ്രസിലും എടുക്കുന്ന ഒരു നിലപാട് നവ ഫാസിസത്തിലേക്ക് മാത്രമേ കേന്ദ്ര സർക്കാർ എത്തിയിട്ടുള്ളൂ, അതിൻ്റെ പ്രവണതകൾ കാണിക്കുന്നു, ആ സ്വഭാവം കാണിക്കുന്നു എന്ന് മാത്രമാണ് പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വകാര്യ സർവകലാശാലയ്ക്ക് പാർട്ടി കോൺഗ്രസിൻ്റെ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ പല കാര്യങ്ങൾ, പല നിബന്ധനകൾ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, അതോടൊപ്പം സംഭരണം പാലിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് അതും പാസ്സാക്കുന്നത്. ഏതായാലും സ്വകാര്യ സർവകലാശാലകൾക്ക് നിയമസഭ തന്നെ അംഗീകാരം നൽകിയ ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പാർട്ടി കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആ പാർട്ടി കോൺഗ്രസും അതിനെ സ്വീകരിക്കുന്നു, രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. പക്ഷേ ഈ നിലപാടിൽ മോദി സർക്കാർ നവ ഫാസിസ്റ്റ് പ്രവണതകൾ പുലർത്തുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഉള്ള കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു പാർട്ടി കോൺഗ്രസ്.